ലഹരി വിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നു സംസ്ഥാന സർക്കാർ. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട പ്രവർത്തനം ആരംഭിച്ചു. ഇന്റലിജൻസ് ഐജിയുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക്സ് സെല്ല്, ക്രൈംബ്രാഞ്ച് എന്നിവയുടെ ഏകോപനത്തോടെ ലഹരി മാഫിയകൾക്കെതിരെ വ്യാപക പരിശോധനകൾ നടത്താനാണ് ഈ പദ്ധതി. പൊതുജന പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഹരിമോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഹരി, എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്ന മറ്റ് നടപടികൾ? സുധീഷ് ഷിഹാസ്, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇന്നലെ മുതൽക്ക് ഇതിന്റെ പരിശോധനകൾ ഔദ്യോഗികമായി തന്നെ, അതായത് തൂഫാന്റെ കീഴിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് ഇതിനു മുൻപും പരിശോധനകൾ എക്സൈസും പോലീസും ഒക്കെ തന്നെ നടത്താറുണ്ട്. അത് ചില രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നതിനൊക്കെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണ്. പക്ഷേ ഇപ്പോൾ പുതുതായി ആരംഭിച്ച കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആ പരിശോധന വ്യാപകമാക്കുകയാണ് പോലീസ്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ എക്സൈസും പോലീസും സംയുക്തമായി പല മേഖലകളിലും പരിശോധന നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചു കൂടി എക്സൈസ് കുറച്ചുകൂടി വിജിലന്റ് ആകുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായ നിർദ്ദേശം ഇത് സംബന്ധിച്ച എക്സൈസിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒക്കെ തന്നെ ലഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് അധ്യയന വർഷം തുടങ്ങിയ സമയമായതുകൊണ്ട് തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനെ തടയുക, അവരെ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ചില ആധുനിക സാങ്കേതിക വിദ്യ ഇത് സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ആ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഈ എന്തെങ്കിലും ലഹരി വിപണനത്തെക്കുറിച്ച് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ആ വിവരം നേരിട്ട് കൈമാറാൻ കഴിയും. ആ കൈമാറുന്ന വിവരങ്ങൾ, വിവരം കൈമാറുന്ന ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതീവ രഹസ്യമായിരിക്കും എന്നുള്ളതാണ് ആവർത്തിച്ച ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടുകൾ അടക്കം ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു. ചില ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമം ഇന്നു മുതൽക്ക് തുടങ്ങും. അതായത് ഈ റെസിഡൻഷ്യൽ മേഖലകൾ, ഒപ്പം തന്നെ ക്യാമ്പസുകൾ, അതുകൂടാതെ ഈ സ്കൂൾ പരിസരങ്ങൾ, അവിടങ്ങളിലൊക്കെ തന്നെ ഈ മലിനജലം വഴിയുള്ള പരിശോധന നടത്തി അവിടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ നിരീക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അത് ഇത്രനാളും പരിചയിച്ചിട്ടില്ലാത്ത ഒരു രീതിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് ഈ 4 സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന പോലീസ് മേധാവിമാരുമായി കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവി ഈ പദ്ധതിയുടെ ഏകദേശ രൂപരേഖ സംസാരിച്ചു കഴിഞ്ഞു. അതായത് അവിടെ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ഒഴുക്ക് അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും വേണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസ് മേധാവിയും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും കെമിക്കൽ ലഹരി, ആ കെമിക്കൽ ലഹരി സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി വ്യാപകമായിട്ടുണ്ട് എന്ന് തന്നെയുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പരമാവധി അത്തരം ലഹരികൾ തടയുക, അവയുടെ വേരിറക്കുക, സംസ്ഥാനത്തേക്കുള്ള ഒഴുക്ക് അത് എല്ലാ അർത്ഥത്തിലും തടയുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ മറ്റ് ലഹരികളും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നടത്തുന്ന ലഹരി വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക. ഒപ്പം തന്നെ ഈ ഡിജിറ്റൽ സർവൈലൻസ് ശക്തമാക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അതായത് ഡിജിറ്റൽ സർവൈലൻസ് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ലഹരി വിപണനവും ഒക്കെയായി തന്നെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ നീക്കങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ ഉദ്ഘാടന വേദിയിലൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി.